സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് കുംഭമേള, മഹാകുംഭമേള എന്ന് പറയുന്ന ഒരു മഹനീയമായ ഒരു ചടങ്ങ് അത് നടന്നു വന്ന ഒരു കാര്യം നമ്മളൊക്കെ അറിയാം. അങ്ങനെ ആ കുംഭമേളയ്ക്ക് ഇന്ന് സമാപനമായിരിക്കുകയാണ്. ഈ കുംഭമേള വന്ന സമയത്ത് തന്നെ ഒരുപാട് ഹിന്ദുത്വ തീവ്രവാദികളും അവരെ അനുകൂലിക്കുന്ന അല്ലെ അവരിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുടെ വിമർശനങ്ങളും പരാക്രമങ്ങളും ഒക്കെ നമ്മൾ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട്, അതായത് ഈ സംഘികളുടെ ഒരു കൂട്ടം ആളുകളാണല്ലോ ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരെ ശരിക്കും നമ്മൾ തീവ്രവാദികൾ എന്ന് തന്നെ വിളിച്ചാൽ മതി. അത് യുദ്ധത്തിന് പോകുന്ന തീവ്രവാദി എന്നല്ല, ഈ തീവ്രമായിട്ട് വാദിക്കുന്ന തീവ്രവാദികൾ. അപ്പോൾ അവർ കുംഭമേള വന്ന സമയത്ത് തന്നെ മലപ്പുറത്ത് അത് വന്നതുകൊണ്ടും മലപ്പുറത്ത് വന്നപ്പോൾ അതിൽ അവർക്ക് നല്ലൊരു അതൃപ്തി ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലപ്പുറത്ത് ഒരു കുംഭമേള നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഉള്ളത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സാധാരണ ഇത് ഈ കുംഭമേളയൊക്കെ വാരാണസിയോ അങ്ങനെയൊക്കെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള സ്വാമിമാരുടെ തുണി കഴിഞ്ഞ ആട്ടമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ വന്നിട്ട് നടന്നില്ല. കാരണം കേരളത്തിൽ ആ പരിപാടി നടത്തി കഴിഞ്ഞാൽ അടിയിട്ടുമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെ നല്ല രീതിയിൽ സമാപിച്ചു. ആ സമയത്ത് ഇതാദ്യം കുംഭമേള വന്ന സമയത്ത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നു. കാരണം ഈ മലപ്പുറത്തുള്ള ഈ മാപ്പിളമാരാണ് ഈ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ സംഘി ചായ ഉള്ളവരും സംഘി സ്വഭാവമുള്ളവരും ഒക്കെ സംസാരിച്ചത്. എന്നാൽ അതിൽ മാപ്പിളമാർക്കോ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കുംഭമേളയിൽ അവർ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അതിനെപ്പറ്റി അറിയാം. ഇവിടെ പോയിട്ടില്ലാത്ത, കുംഭമേള എന്താണെന്ന് പോലും അറിയാത്ത, എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാത്ത കുറേ ആളുകളാണ് ഇതിനുവേണ്ടി കുരയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുംഭമേളയുടെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത്. മനുഷ്യൻ എപ്പോഴും മനുഷ്യനായിട്ടിരുന്നാൽ മതി. അല്ലാതെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെക്കുക, അവിടെ എല്ലാവരും കൂടി കൂടുക, അതിൽ കൂടി കുറച്ച് സമാധാനം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക. വെറുതെ അല്ല, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ലാതെ, പണത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ അടിച്ചമർത്തലുകളൊന്നും ഇല്ലാതെയാണെങ്കിലും കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെയൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സുഖകരമായിട്ടുള്ള ജീവിതം. അതിന് ദൈവത്തെ വിളിച്ചതുകൊണ്ട് മാത്രം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു നിരീശ്വരവാദിയൊന്നുമല്ല. ആവശ്യത്തിനുള്ള വിശ്വാസമുണ്ട്, അനാവശ്യത്തിനുള്ള വിശ്വാസമില്ല എന്നുള്ളത് സാരം. അപ്പം അങ്ങനെ കുംഭമേള വന്ന സമയത്ത് തന്നെ കുരുപൊട്ടിയ ഒരുപാട് ആളുകളുടെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. നമ്മളെല്ലാവരും മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്താണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് സമാപന ചടങ്ങിൽ അവിടെ പോയിട്ടുള്ള ഒരുപാട്, എനിക്ക് തോന്നുന്നു ഇത് ഹിന്ദുക്കൾ മാത്രമല്ല കുംഭമേളയിൽ പങ്കെടുത്തത്. മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഇനി ഏതൊക്കെ മതവിഭാഗമുണ്ടോ എല്ലാ ആളുകളും ഈ ഒരു കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ നടത്തി വന്നു. എല്ലാ ആളുകളുടെയും, അതായത് മലപ്പുറത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ, എസ്പെഷ്യലി മലപ്പുറത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഇവർക്കെല്ലാവർക്കും സഹകരണം ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. മലപ്പുറത്ത് നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു മതലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കണം ലക്ഷ്യം വെച്ച് മലപ്പുറത്ത് നടത്താമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. മലപ്പുറത്ത് കൂടുതലും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാ ആളുകളും ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. അപ്പം അങ്ങനെ കുംഭമേളയെ പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ ആ വാർത്ത നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കേരളം മുൻപൊരിക്കലും കാണാത്ത വിധമുള്ള സന്യാസിമാരുടെ ഒഴുക്കായിരുന്നു തിരുനാവായയിലേക്ക്. പതിവായി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവരും നാഗസന്യാസിമാരും എല്ലാം ഉൾപ്പെടുന്ന സംഘമാണ് എത്തിയത്. മാഘത്തിന്റെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ മുഴുവൻ ആചാര്യ പരമ്പരയും വന്നിരിക്കുകയാണ്. എല്ലാ മഹാത്മാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മാഘസ്നാനത്തെ നയിക്കുകയാണ്. ചിന്മയ മിഷന്റെ, ദയാനന്ദാശ്രമത്തിന്റെ, അവധൂതാശ്രമത്തിന്റെ, അങ്ങനെ ഒരുപാട് പീഠാധീശ്വരന്മാരും ആചാര്യന്മാരും എല്ലാവരും എത്തിച്ചേർന്ന അമൃത സ്നാനത്തിനും നിള ആരതിക്കും ശേഷമാണ് ചടങ്ങുകൾ പൂർത്തിയായത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വിശ്വാസികൾക്കൊപ്പം പ്രമുഖരും തിരുനാവായയിലേക്ക് എത്തി. ഇവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗാ സ്നാനത്തിന്റെ ഫലമാണെന്നാണ് പറയുക. ഇവിടെ ഒരു മാറ്റത്തിന്റെ തുടക്കം, കേരളത്തിന്റെ മാത്രമല്ല ഒരു ഭാരതത്തിന്റെ തന്നെ ഒരു ശുദ്ധി കലശം നടക്കുന്ന പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കുംഭമേള കാണുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇതൊക്കെ പ്രകൃതി നിയമമാണ്, ഇപ്പൊ നമ്മളാരും തീരുമാനിക്കുന്നതല്ല, ദൈവ തീരുമാനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഭാരതപ്പുഴയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നതാണ് മഹാ ഉത്സവം. മാമാങ്കം എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അത് ഇപ്പൊ വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. അതിനൊരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ്. കേരള കുംഭമേളയുടെ ഊട്ടുപുരയും സജീവമായിരുന്നു. 40,000 പേർക്ക് വീതമാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം ഒരുക്കി നൽകിയത്. ഇവിടെ വരുന്ന എപ്പോ വന്നാലും ഭക്ഷണം ഉണ്ടെന്നാലാണ്. രാവിലെ 11:30 വരെ ഉപ്പുമാ കൊടുക്കുന്നുണ്ട്. ഉപ്പുമാവും പഴം, അല്ലെ ഉപ്പുമാവും പപ്പടം കൊടുക്കുന്നുണ്ട്. 12 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഊണ് ഇറങ്ങും. അതിൽ 5:30 വരെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 6:30 രാത്രിയിലത്തേക്കുള്ള ഫുഡ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ എപ്പോ വന്നാലും ഇവിടെ ഭക്ഷണമുണ്ട്. എപ്പോ വന്നാലും ആൾക്കാർക്ക് വിശന്ന ഒരാളെ പോലും വിടാൻ പാടില്ല. അടുത്ത വർഷത്തെ കേരള കുംഭമേളയ്ക്ക് നേരത്തെ തന്നെ ഒരുങ്ങാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. എസ് മഹേഷ് കുമാർ, മനോരമ. കണ്ടില്ലേ, ഇതിൽ കുംഭമേളയെ കണ്ടിട്ട് ഈ പറയുന്ന അപരാധങ്ങൾ പറയുന്ന ആളുകൾക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാൻ കാണത്തില്ല. കാരണം
അവിടെ ഒരു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നല്ലൊരു സഹകരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയും മലപ്പുറത്തുള്ള മാപ്പിളമാരെല്ലാവരും സഹകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ വിളിക്കാൻ താല്പര്യമില്ല, പക്ഷേ അങ്ങനെ കേൾക്കാനായിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് ഞങ്ങൾ വലിയ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഹിന്ദുക്കളുടെ ഒരു ഐക്യം എല്ലാവരും മനസ്സിലാക്കണം, അതായത് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദുക്കൾ എന്താണെന്നും ഹിന്ദുക്കൾ എങ്ങനെയാണെന്നും മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇതൊരു ശരിക്കും പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും ദൈവികമാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും എന്നാൽ ഇതിനെയൊക്കെ സംഘികൾ വിചാരിക്കുന്നത് ഇത് മറ്റ് മതവിഭാഗങ്ങളെ അവരെ പേടിപ്പിക്കാനും ഞങ്ങളുടെ അതായത് ഹിന്ദുക്കളുടെ ഐക്യം ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണമെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടും അവർ ഒരു സംഭവം നടത്തി ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹകരണം ആളുകളുടെ കൂട്ടം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഞങ്ങൾ നടത്തിയാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു കാര്യമാണെങ്കിലും അതിനെല്ലാം രണ്ട് വശങ്ങൾ നല്ല വശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലും കുംഭമേളയിലും നല്ല കാര്യങ്ങളാണ് കൂടുതലും നടന്നത്. എന്നാൽ അതിനെയും വളച്ചൊടിച്ചുകൊണ്ട് കുംഭമേളയും അത്ര നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കയറി നിരങ്ങുന്നു, അവരുടെ വൃത്തികെട്ട കളികൾ ഇതിനിടയിൽ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് മെഴുകാൻ ശ്രമിച്ചത്. എന്നാൽ ഇതൊന്നുമല്ല അവിടെ നടന്നത്. അവിടെ നല്ല കൃത്യമായിട്ട് കുംഭമേള നടത്താൻ വന്ന ആളുകൾ അവർ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നടത്തി. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും അവിടെയുള്ള ജനങ്ങളും കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ ആർക്കും അതിനിടയിൽ ജാതിയില്ല, മതമില്ല, ഒരു അതിർവരമ്പുകളുമില്ല. എല്ലാ ആളുകളും ഒരേപോലെ തന്നെ കാണുന്ന ഒരു മഹനീയമായ ഒരു ചടങ്ങ് തന്നെയായിട്ട് കുംഭമേള അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ കുംഭമേളയുടെ പേരും പറഞ്ഞുകൊണ്ട് കുരു പൊട്ടാനിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്തായാലും അറിയില്ല. എന്തായാലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. കുംഭമേളയ്ക്ക് നല്ല രീതിയിൽ അവിടെ തുടക്കം കുറിച്ച് നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്തു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ പറയുന്ന സംഘികൾ പറയുന്നത് പോലത്തെ ഒരു ഇടപെടലുകളും ഇല്ലാതെ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്ര ഇന്നത്തെ ഒരു വീഡിയോ. സംഘികളുടെ കുരുപൊട്ടൽ എന്തൊക്കെ വന്നാലും എത്രയൊക്കെ വന്നാലും തീരത്തില്ലല്ലോ, അതെന്നും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ.